ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കിട്ടുമെന്ന് ഡൗട്ടായിരുന്നു, എന്നാലും കിട്ടി നമുക്ക്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ പുറത്തുനിന്ന് മന്തി, ബിരിയാണി ഇതൊക്കെ കഴിച്ച് നമുക്ക് മടുത്തായിരുന്നു. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്നൊരു സദ്യ കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ സദ്യയിൽ സദ്യവട്ട ലൈക്ക് ഒരു കറികളൊക്കെ വിളമ്പി. പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫിഷ് ഫ്രൈയും പിന്നെ കൂന്തൽ റോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് പീസായിരുന്നു കേട്ടോ. അത് അവിടെ എല്ലാ ഡിഷസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ഫിഷ് ഫ്രൈയും കൂന്തൽ റോസ്റ്റും നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അവിയലും പിന്നെ ഉപ്പേരികളും എല്ലാം, അച്ചാറും പുളിയിഞ്ചിയും എല്ലാം കൊണ്ടുവന്ന് വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ഒരു ഫിഷ് കറി ഉണ്ടായിരുന്നു, പിന്നെ മോരൂട്ടാനും ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം വന്നു, ചോറ് വന്നു, അങ്ങനെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ എപ്പോഴും ഒരു കുഴി ഊത്തിയിട്ട് അതിൽ കുറച്ച് സാമ്പാർ വെച്ചിട്ടാണ് എപ്പോഴും സദ്യ കഴിച്ച് തുടങ്ങാം കേട്ടോ. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അങ്ങനെ അതൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് കുറേ നാൾക്ക് ശേഷം നല്ല രീതിയിലൊന്ന് ഫുഡ് കഴിച്ചത് ഇന്നായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ നമുക്ക് രസം, പിന്നെ മോര്, പിന്നെ നമ്മളുടെ ഇഷ്ടപ്പെട്ട പായസവും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലിൻ്റെ പായസവുമായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ചത് തൂത്ത് വാരിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനമാണ് നമ്മളുടെ ഈ ഉപ്പേരി ലാസ്റ്റാണ് കേട്ടോ കഴിക്കാറ്. അത് എപ്പോഴും സേവ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ലാസ്റ്റ് സദ്യയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കാറ് കേട്ടോ. പൊതുവെ ആൾക്കാരൊക്കെ ആദ്യം തന്നെ അതെടുത്ത് കഴിക്കണതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പായസത്തിലേക്ക് കിടന്നു. പായസം ഇലയിലൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പായസം കൂടിയും പറയണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഓവറായാലോ, പിന്നെ ഇരുന്ന് ഉറക്കം തൂങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ സാഹസം മുതിർന്നില്ല. അങ്ങനെ കിട്ടിയത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ സദ്യ എല്ലാം കഴിച്ച് പായസമെല്ലാം കുടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മുഖം കണ്ടില്ലേ, കഴിച്ച് കഴിഞ്ഞിട്ട് ആ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇരുന്ന് പിന്നെ നമ്മൾ എല്ലാം മടക്കി വെച്ച് ബില്ലെല്ലാം പേ ചെയ്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തുള്ളവർക്ക് പെട്ടെന്ന് സദ്യ എല്ലാം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് പോയാൽ മതി നമ്മുടെ അമ്മവിലാസത്തിലേക്ക്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഫുഡ് കഴിച്ചിട്ട് വയറ് അറിഞ്ഞാ നാണം വന്ന അടിപൊളിയായിരുന്നു ഫുഡ്. ഏറ്റവും ഇഷ്ടമായ പായസം, പിന്നെ പിന്നെ കൂന്തൽ റോസ്റ്റ്, പിന്നെ എല്ലാം ഇഷ്ടായി. ഇല കണ്ടപ്പോ എന്ത് തോന്നി? നന്നായിരുന്നു. അവിയലും കൊള്ളായിരുന്നു, പക്ഷെ അത് കുറച്ചേ കഴിച്ചുള്ളൂ. വയറപ്പോഴത്തേക്കും നിറഞ്ഞു. ബാക്കിയുള്ളൊക്കെ കഴിക്കണ്ടായിരുന്നോ? ബില്ല് ഇഷ്ടായോ? ബില്ല് മാത്രം കുറച്ചൊക്കെ ഇഷ്ടപ്പെടാതിരുന്നു. എന്നാ പോവല്ലേ? ബൈ.